Welcome to Deep Tech Malayalam with Cloud Sar. അപ്പോൾ ഞാനുണ്ട്, ക്ലോഡ് സാറും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാത്തമാറ്റിക്സിനെ പറ്റിയാണ്. എൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഹിസ്റ്ററി ആണ് തീം. ഓഫ് കോഴ്സ് ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല, ഞാൻ വെറുതെ പറയാനുള്ള ശ്രമത്തിലാണ്. അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് കണ്ടറിയേണ്ടി വരും. അപ്പം അതിനു മുമ്പ് നമുക്ക് ക്ലോഡ് സാറിനെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് നോക്കാം. Claude, we are making a video on the with a mathematical history theme. Can you welcome the viewers to the video and say a few words on the theme? നമ്മളോട് ആലോചിക്കുന്നുണ്ട്. We'll explore how mathematics has shaped human understanding and civilization across the ages. From ancient counting systems to modern cryptography, we will uncover the brilliant minds and groundbreaking ideas that have propelled mathematical thought forward. Blah blah പറയുന്നു. അപ്പോൾ ഇതിൽ മാത്തമാറ്റിക്സ് അങ്ങ് ഷെയ്പ്പ് ചെയ്തു അങ്ങനെയൊന്നും എഴുതുന്നില്ല. പക്ഷേ ഈ ബ്രില്യൻറ്റ് മൈൻഡ്സ് അതാണ് നമ്മുടെ തീം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ശ്രീനിവാസ രാമാനുജനെ പറ്റിയാണ്. അപ്പോൾ അത് ഞാൻ കുറേ കാലമായി കുറച്ച് ഇങ്ങനെ അതിൻ്റെ ഹിസ്റ്ററിയും കുറേ കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അതിൻ്റെ റീസൺ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് നമ്പർ ഫയൽ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലുണ്ട്, അതിന് റെഫറൻസ് ഞാനിടാം. അപ്പം അതിനകത്ത് വന്ന എന്തോ ഒരു പോപ്പുലർ മാത്തമാറ്റിക്സ് അതിന്നൊക്കെയാണ് പോയതെന്ന് തോന്നുന്നു. പിന്നെ ഒരു സിനിമയുണ്ട്, ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ സിനിമ, ദേവ് പട്ടേൽ ഒക്കെ അഭിനയിച്ച സിനിമയാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബുക്കും ഉണ്ട്. പക്ഷെ ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ രാമാനുജനെ പറ്റി നമുക്കറിയാം. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ രാമാനുജനെ പറ്റി ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അതായത് അങ്ങേരുടെ ഈ ഒരു നമ്പർ ഉണ്ട്, രാമാനുജൻസ് നമ്പർ. അതെന്തായിരിക്കും? 1729 ആണോ? 1729 എന്ന് പറയുന്ന നമ്പർ. അങ്ങനെ അതിന് ചില പ്രോപ്പർട്ടീസൊക്കെ രാമാനുജൻ പെട്ടെന്ന് ഹാഡിയോട് പറഞ്ഞതും ഒക്കെ, അങ്ങനെ ഒരു ഫണ്ടമെൻ്റലി അതൊരു ഫീൽ ഗുഡ് സ്റ്റോറിയാണ്. അപ്പോൾ അത് ആണ് എനിക്ക് പ്രോബബ്ലി രാമാനുജനെ പറ്റി അറിഞ്ഞത് അതൊന്നായിരിക്കാം. അല്ലാതെ വേറെ വഴികൾ, പിന്നെ വേറെ എന്തോ പഴയ ബുക്ക്, പണ്ടൊക്കെ ഈ മഹശ്ചരിതമാല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ബുക്കുകളുണ്ടായിരുന്നു. അത് ഇങ്ങനെ മിനി ബയോഗ്രഫീസ് മലയാളത്തിലുള്ള ബുക്കുകളായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരിക്കാം. അത് അങ്ങനെയും ചെറിയൊരു ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ബുക്ക്, ഇതിലൊരു ബുക്കുണ്ട്. ആ ബുക്ക് ആണ് ഈ വീഡിയോയുടെ ഒരു ടൈമർ അല്ലെങ്കിൽ ഒരു ക്ലോക്ക് എന്ന് പറയുന്നത്. അത് ആ ബുക്കിലൂടെ നമ്മളിങ്ങനെ ചില സ്കിപ്പ് ചെയ്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുന്ന് പോവും. അപ്പോൾ ആ ബുക്ക് ആ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ബുക്കല്ല, അത് വേറെ ഒരു ബുക്കുണ്ട്. അതായത് രാമാനുജൻ ലെറ്റേഴ്സ് ആൻഡ് കമൻട്രി ബൈ ബേൺട്ട് ആൻഡ് റാങ്കിൻ എന്ന് പറഞ്ഞ അമേരിക്കൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റി പബ്ലിഷ് ചെയ്തൊരു ബുക്കാണത്. അപ്പം ഞാൻ വേറെ എന്തുകൊണ്ട് ഈ വീഡിയോ ഉണ്ടാക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ, ഇപ്പോൾ യൂട്യൂബ് എടുക്കുന്നു. യൂട്യൂബ് എടുത്തിട്ട് നമ്മൾ
രാമാനുജൻ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ ഇപ്പം എന്താണ് വരുന്നത്, കുറേ ഷോർട്സ് വരുന്നുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ വരുന്നുണ്ട്. രാമാനുജൻ സമ്മേഷൻ, ആത്തോളജർ, വേറെ തരം ഷോർട്സ്, വേറെ എന്തോ ഒരു മൂവി, പിന്നെ സെൻറ്റർ ഓഫ് അഡ്വാൻസ് സ്റ്റഡി എന്നുള്ള മൂവി, വേറെ പിന്നെയും മാത്തോളജർ, പിന്നെയും മാത്തോളജർ, പിന്നെ മാത്തോ ജീനിയസ്, ഇത് അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഷോർട്സ് വീഡിയോ എന്ന് പറഞ്ഞാൽ അത് വലിയ ഡാറ്റയൊന്നുമില്ല. അത് മെയിൻലി ഇറ്റ്സ് ലൈക്ക് സം ക്യാപ്സ്യൂൾസ് ഓർ പിന്നെ ഇന്ത്യക്കാരൻ ഉണ്ടാക്കുന്ന വീഡിയോകളുണ്ട്. അതായത് അത് ഒരു പ്രൈഡ് കാണിക്കുന്ന തരം വീഡിയോ ആണ്. രാമാനുജൻ വാസ് ടു ഗുഡ് ആൻഡ് അത് കാരണം ഇന്ത്യൻസ് ആർ ഓൾസോ ടു ഗുഡ് എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ ഒരു ഐഡിയ പുഷ് ചെയ്യുന്നിടത്തുള്ളതാണ്. പക്ഷേ നമ്മൾ കാണുന്നത് കുറേ വെസ്റ്റേണേഴ്സ് രാമാനുജനെ പറ്റി ടൺ കണക്കിന് വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഈ രാമാനുജൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് അവർക്ക് നന്നായി അറിയാം. പിന്നെ വെസ്റ്റേണേഴ്സിന് വീഡിയോ ഉണ്ടാക്കാൻ അറിയാം, അപ്പോൾ അവർ അങ്ങനത്തെ ഭയങ്കര വീഡിയോകൾ അവരുണ്ടാക്കും. അപ്പോൾ മറ്റേ ഷോർട്ട് വീഡിയോ ഉണ്ടാക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. അത് അങ്ങനത്തെ വീഡിയോ നമ്മുടെ കയ്യിൽ വേണം. പക്ഷേ വേറെ എനിക്ക് തോന്നുന്നത് ഒരു ഡിഫറെൻറ്റ് തീമുള്ള വീഡിയോ മലയാളത്തിലും ഉണ്ടാവണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബുക്കിലോട്ട് പോവാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് ആൻഡ് കമൻട്രി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉള്ളത് എല്ലാം ലെറ്റേഴ്സും ഉണ്ട്. അതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു എന്തെങ്കിലും ചെറുതും വലുതുമായിട്ടുള്ള അതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ് എന്നൊക്കെ. എനിക്ക് തോന്നുന്നത് ഈ പഴയ എന്താ പറയുക, ഈ പഴയ ബുക്കുകളിലൊക്കെ അതിൻ്റെ കണ്ടൻറ്റിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ. അങ്ങനെ ചില പരിപാടികളുണ്ടല്ലോ, ഭാഷ്യം എന്നൊക്കെ പറയും. അതുപോലെയുള്ള ഒരു സെറ്റപ്പാണത്. അപ്പോൾ കത്തിടപാടുകൾ എന്ന് പറഞ്ഞാൽ ഈ രാമാനുജൻ്റെ സമയത്ത്, രാമാനുജൻ്റെ വളരെ കത്തി നിൽക്കുന്ന സമയത്ത് കത്തുകൾ വളരെ അധികം ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ സമയത്ത് കത്തുകൾ അയക്കുന്ന അവർക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കത്തയക്കുക, ടെലിഗ്രാം അയക്കുക തുടങ്ങിയ പരിപാടികളൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കത്തിടപാടുകൾക്ക് ഇതിൽ വളരെ വളരെ മുഖ്യമായ സ്ഥാനമുണ്ട്. ഇപ്പോൾ രാമാനുജൻ്റെ ആ മെയിൻ സ്റ്റോറിയിൽ തന്നെ ഒരു കത്തുനിന്നാണ് എല്ലാം തുടങ്ങുന്നത്. രാമാനുജൻ ഹാർഡിക്ക് അയക്കുന്ന ആ ലെറ്റർ, ഐ ബെഗ് ടു ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞിട്ടാണ്, അങ്ങനെ എന്തോ ആണ് അതിലയാൾ എഴുതുന്നത്. അപ്പോൾ ഈ കത്തുകളുടെയൊക്കെ ഒരു രീതിയൊക്കെ കുറച്ച് പഴയ ഇംഗ്ലീഷ് ഒക്കെയാണ്. അങ്ങനത്തെ കുറേ ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങൾ ഇതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ പ്രിഫേസും ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബ്രീഫ് ബയോഗ്രഫി പറയുന്നുണ്ട്. അതിൻ്റെ അകത്തോട്ടൊന്നും അധികം ഞാൻ പോകുന്നില്ല. അപ്പോൾ രാമാനുജൻ മദ്രാസിൽ, എനിക്ക് തോന്നുന്നു ഇയാൾ എവിടെ സ്ഥലം, ഈ കുംഭകോണം എന്ന് പറഞ്ഞാൽ അവിടേക്കാണ് ഇയാൾ ജനിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ ഇതിലിങ്ങനെ കത്തിടപാടുകളിലൊക്കെ തുടങ്ങുന്നത് ഇങ്ങനെ റെക്കമെൻഡേഷൻ വെച്ചിട്ടാണ്. അത് ഇയാൾ തമിഴ്നാട്ടിലുള്ള മദ്രാസ് ഭാഗത്തുള്ള അവിടെ കുറേ യൂറോപ്യൻസ്, വെസ്റ്റേണേഴ്സ്, UK ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇയാളെ നിന്ന് ഇമ്പ്രസ് ചെയ്യുന്നുണ്ട് ഇയാളുടെ തൽക്കാലമുള്ള ഒരു വഴി. പക്ഷെ അയാൾക്ക് വേറെ അയാളുടെ പഠിത്തം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറച്ച് അവതാളത്തിലായിരുന്നു. എന്നുവെച്ചാൽ ഇങ്ങേർക്ക് ഇതാണ് താല്പര്യം കൊണ്ട് ഇയാൾ വേറെ പല സബ്ജക്ട്സ് ഒന്നും വലിയ കാര്യമായിട്ട് നോക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങേര് അത് പരീക്ഷ പാസ്സാവാൻ അങ്ങേർക്ക് പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. പക്ഷെ അങ്ങേർക്ക് ജോലി ആവശ്യമുണ്ട്. അപ്പോൾ ഇയാൾ ഈ മദ്രാസ് പോർട്ട് ട്രസ്റ്റിന് ഇങ്ങനെ ഒരു ലെറ്റർ അയക്കുന്നു. അപ്പോൾ അത് അപ്ലൈ ചെയ്യാനായിട്ട് ലെറ്റർ അയക്കുകയാണ്. അപ്പോൾ ഇതാണ് ശരിക്കുള്ള ലെറ്റർ. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ അയക്കുന്നുണ്ട്. വളരെ കൊള്ളാം, മൊത്തം രസമുണ്ട്. അതിൽ പല കാര്യങ്ങളും എഴുതുന്നുണ്ട്. അയാൾ മൊത്തം പാസ്സായിട്ടില്ല, ചില സർക്കംസ്റ്റൻസസ് കാരണം പാസ്സായിട്ടില്ല, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ
പിന്നെ അത് വേറെ എനിക്ക് അയാൾക്ക് ജോലി കിട്ടിയെന്നാണ് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ വെച്ചാൽ അവിടുത്തെ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നത് അവിടുത്തെ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ മാത്തിലൊക്കെ താല്പര്യമുള്ള ആൾക്കാരായിരുന്നു. അപ്പം അങ്ങനെ എടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി അങ്ങനെ വേറെ അങ്ങനത്തെ അവിടെയുള്ളായിരുന്ന ബ്രിട്ടീഷ് ടീംസൊക്കെയാണ് ഈ ഫോട്ടോഗ്രാഫിലൊക്കെ കാണുന്നത്. അങ്ങനെ അതിനെപ്പറ്റി ഒരു ഒരു ഇവിടെ ഇങ്ങനെ ഒരാളുണ്ട് എന്നതിനെ പറ്റി ഒരു വളരെ ദീർഘമായ കത്തിടപാടുകളും ഒക്കെ ആൾക്കാർ തമ്മിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം രാമാനുജൻ അയക്കുന്നതല്ല. ഇത് പല ലെറ്റർ, ഇപ്പോൾ ഇത് അക്കൗണ്ടന്റ് ജനറൽ വേറെ ആർക്കും അയക്കുന്നതാണ്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ആ ഒരു മെഷീനറി ആക്ച്വലി ഇയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ അങ്ങനെ അവിടെയൊക്കെ കുറേയൊക്കെ രസകരമായ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇതെന്ന് മനസ്സിലാക്കുന്നത്, ഈ ഒരു ലെറ്റർ എന്നൊക്കെ മനസ്സിലാക്കുന്നത് രാമാനുജൻ്റെ അയാൾ അയച്ച പല കാര്യങ്ങളും കേംബ്രിഡ്ജിൽ ബ്രിട്ടനിലുള്ള മാത്തമാറ്റീഷ്യൻസിന് മനസ്സിലാവേണ്ടതല്ല. അതായത് അവരത്ര ആ ലെവലിലുള്ള ആൾക്കാരല്ല. അപ്പം അങ്ങനെ ഇയാളോട് എന്നിട്ട് ഇവർ പറയുന്നു, നിങ്ങൾ എലമെൻ്ററി കുറച്ച് സംഭവങ്ങൾ വായിക്കൂ, എന്നിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇൻഫിനിറ്റ് സീരീസിനെ പറ്റിയിട്ടാണ്. ഈ ഒരു റിസൾട്ട് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വീഡിയോസ് കിട്ടിയിരിക്കും. വെച്ചാൽ അത് ഡൈവേർജൻറ്റ് സീരീസ്, അങ്ങനത്തെ അതിൻ്റെ ചില പരിപാടികളാണിത്. അത് ആക്ച്വലി ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പരിപാടി, ഈ ഒരു സംഭവം എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത് തന്നെ. അപ്പം അങ്ങനെ കുറേ ഇതെല്ലാം ഇത്തരം പരിപാടികളാണ്. അതായത് ഇയാളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത പ്രൊഫസേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷനൊക്കെയാണ് ഇത്. അപ്പം അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാർഡിക്ക് ലെറ്റർ അയക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഐ ബെഗ് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ടു യു എന്ന് പറഞ്ഞ ലെറ്റർ. ഇത് ഇംഗ്ലീഷ് എങ്ങനെയും വരെയൊക്കെ എഴുതുന്നുണ്ട്, പക്ഷേ മേ ബി ആരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ വളരെ വളരെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഇംഗ്ലീഷാണ് എഴുതുന്നത്, നന്നായി എഴുതുന്നുണ്ട്. അപ്പം ഇതിൽ വേറെ ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പം തുടങ്ങുന്നത് തന്നെ മേ ബി അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത റിസൾട്ടിലാണ് തുടങ്ങുന്നത്. അപ്പം ഇങ്ങേരുടെ പരിപാടി എന്ന് വെച്ചാൽ ഇങ്ങേര് ഈ കൺവെൻഷൻസ് ഒന്നും ഫോളോ അങ്ങനെ ഒരു കൺവെൻഷണൽ തിങ്കിങ് അല്ല. അതായത് അയാൾക്ക് ബയസ് ഭയങ്കര കുറവായിട്ടാണ്. ബയസ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിൽ അങ്ങേർക്ക് ബയസ് കുറവാണ്. വേറെ കാര്യങ്ങൾ മേ ബി ബയസ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് മാത്തമാറ്റിക്കൽ റിസർച്ചിൽ അങ്ങനെ ബയാസ് ഇല്ല, അങ്ങനെ മടിച്ച് നിൽക്കാതെ മുന്നോട്ടൊക്കെ പോകുന്നത്. അത് ആ സെയിം ക്വാളിറ്റി ഉള്ള ആൾ തന്നെയായിരുന്നു ഈ ഓയിലർ എന്ന് പറഞ്ഞ ജർമ്മൻ മാത്തമാറ്റീഷ്യനും ഗോസും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. എന്നുവെച്ചാൽ ആ സമയത്തെ ഒരു മാത്തമാറ്റിക്കൽ ഗാങ്സ്റ്റർ എന്നൊക്കെയാണ് ഈ ഓയിലറിനെയൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ അങ്ങേര് ആ റൂൾസ് ഒന്നും അങ്ങേര് ഫോളോ ചെയ്യില്ല, അങ്ങേര് വേറെ പരിപാടികളൊക്കെ പോകും. അപ്പോൾ എക്സാക്ട്ലി ഇങ്ങനെ തന്നെ അത്തരം ചില എക്സ്പീരിയൻസ് ഒക്കെയാണ് അങ്ങേര് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിലങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം പറയുന്നുണ്ട്. I have been developing this to a remarkable extent so much so that the local mathematicians are not able to understand me in my higher flights. അതൊരു വളരെ രസകരമായൊരു സംഭവമാണ്. അതായത് ഇങ്ങേരുടെ ഒരു പോയിന്റിൽ മീത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് തീരെ പിടികിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങേരുടെ അടുത്ത് ചെല്ലുന്നത്. വെച്ചാൽ ഇയാളുടെ ചില പേപ്പറൊക്കെ ഇയാൾ വായിക്കുന്നുണ്ട്. ഇയാൾ പബ്ലിഷ് ചെയ്തുള്ള കാര്യങ്ങൾ ഹാർഡ് പബ്ലിഷ് ചെയ്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങേർക്ക് ഇയാളുടെ കപ്പാബിലിറ്റി ഏതാണ്ട് രാമാനുജന് മനസ്സിലായിട്ടുണ്ടാവും ഹാർഡിയുടെ പബ്ലിക്കേഷൻസ് കണ്ടപ്പോൾ. അപ്പം പിന്നെ അടുത്ത അതിലോട്ടൊക്കെ പോകുമ്പോൾ മൊത്തം മാത്തമാറ്റിക്സ് ഇങ്ങനെ എഴുതി വിടുകയാണ്. വേറെ ഓഫ്കോഴ്സ് ഇതിന് വലിയ അങ്ങനെ പ്രൂഫൊന്നുമില്ല, എല്ലാ റിസൾട്ട്സാണ്. പ്രൂഫുകളെ പറ്റി അങ്ങനെ അത് കണ്ടുപിടിച്ചു ഇത് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇഷ്ടംപോലെ പറയുന്നുണ്ട്. അപ്പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് തന്നെയാണുള്ളൂ. പിന്നെ ഇതൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എന്നുവെച്ചാൽ എനിക്ക് ഇത് വലിയ കാര്യമായിട്ട് അറിയില്ല. പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് എന്തോ രസം തോന്നുന്നുണ്ട്. അതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. അപ്പോൾ ഇതാണ് ഹാർഡി. ഇതിൽ കമൻട്രി ഉണ്ട്, കുറേ ഉണ്ട്. ചിലർ ലെറ്റർ ഒന്നുമല്ല, കുറേയുള്ള ലെറ്ററാണ്. അപ്പോൾ ഹാർഡി റിപ്ലൈ വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഇത് വന്നപ്പോൾ
ഹാർഡിയുടെ ഒരു കൊളാബറേറ്റർ ഉണ്ട്, ലിറ്റിൽ വുഡ് വേറായിട്ടുള്ള ഒരാൾ കൂടി ഉണ്ട്. അപ്പം അങ്ങേരും ഹാർഡിയും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എന്നുവെച്ചാൽ അവർ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇത് വായിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ കുറേ കമൻട്രിയിലും കുറേ മാത്തമാറ്റിക്സ് അവർ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. ഈ കമൻട്രി തന്നെ ധാരാളം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ ഒരു ബർട്രൻഡ് റസ്സലിൻ്റെ ഒരു ലെറ്റർ കാണുന്നുണ്ട്. അത് അങ്ങേരുടെ ഏതോ ഗേൾ ഫ്രണ്ടിന് അയച്ചാന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് കേംബ്രിഡ്ജിൽ വെച്ചിട്ട് ഹാർഡിയെയും ലിറ്റിൽ വുഡിനെയും ഞാൻ കണ്ടു. in a state of wild excitement because they believe they have discovered a second Newton, a Hindu clerk in Madras on 20 pounds a year. അപ്പോൾ ഇയാൾ റസൽ കേംബ്രിഡ്ജിൽ വെച്ച് അവരെ കാണുകയും അയാളെ പറ്റി അങ്ങനെ അതാണ് ആദ്യത്തെ ഒരു ഇത്. അപ്പോൾ അത് കഴിഞ്ഞ് റസൽ ആ ഒരു ന്യൂസ് അയാളുടെ ഏതൊരു അക്വൈൻറ്റൻസിന് അയക്കുകയെന്ന് അറിയുള്ളൂ. അതിനെപ്പറ്റി എന്തോ കുറച്ച് കമൻട്രി ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഹാർഡി രാമാനുജൻ അയക്കുന്ന ലെറ്ററാണ്. അപ്പോൾ അതിനകത്ത് തുടങ്ങുന്നത് തന്നെ വളരെ എൻകറേജിങ് ആണ്. അതായത് ഐ വാസ് എക്സീഡിംഗ്ലി ഇൻട്രസ്റ്റഡ് ബൈ യുവർ ലെറ്റർ ആൻഡ് ബൈ ദ തിയറംസ് വിച്ച് യു സ്റ്റേറ്റ്. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് അത് വായിച്ചപ്പോൾ രാമാനുജന് ഉണ്ടായിട്ടുള്ള സന്തോഷം എത്രയായിരിക്കും അത് ഒന്ന് ആലോചിച്ചാൽ വളരെ നമുക്ക് തന്നെ ഒരു വളരെ ടച്ചിങ് ആയി തോന്നും. അപ്പം അങ്ങനെ പറഞ്ഞു വന്ന് ഹാർഡി ഒരു പ്രത്യേക ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. ഹാർഡി റിസൾട്ട്സിനെ 3ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓൾറെഡി അറിഞ്ഞ റിസൾട്ട്സ് ഉണ്ട്, പക്ഷേ ഇയാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കണ്ടുപിടിച്ചാണ്, ദാറ്റ്സ് ഓക്കെ. പിന്നെ കുറച്ച് റിസൾട്ട്സ് ഉണ്ട്, കുറേ എണ്ണം പുതിയത് ഇൻട്രസ്റ്റിംഗ് ആണ്. ബട്ട് ഇൻട്രസ്റ്റിംഗ് rather from the curiosity and apparent difficulty than their importance അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ there are results which appear to be new and important but in which almost everything depends on the precise rigor of the methods of proof which I have used. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാർഡി മാത്തമാറ്റിക്സിലോട്ട് അങ്ങ് മുങ്ങാങ്കുഴി ഇടുകയാണ്. പക്ഷെ അവസാനമൊക്കെ ഇയാൾ എല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നേരെ പറയുന്നത് പിന്നെ ഭയങ്കര സന്തോഷമൊക്കെ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ബിസിനസ്സിലോട്ട് കിടക്കുകയാണ്. ഈ പ്രൂഫുകളെല്ലാം പെട്ടെന്ന് തന്നെ എനിക്ക് അയച്ചു തരണം, അതാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു സംഭവം കൂടി പറയുന്നുണ്ട്. ഇറ്റ് സീംസ് ടു മീ ക്വൈറ്റ് ലൈക്ലി ദാറ്റ് യു ഹാവ് ഡൺ a good deal of work worth publication, and if you can produce satisfactory demonstrations, I should be very glad to do what I can to secure it. അത് അങ്ങേര് പറയുന്നുണ്ട്. അങ്ങേര് നേരെ തന്നെ ഓഫർ ചെയ്യാണ്, വേറെ ചോദ്യം പറച്ചിലൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലിറ്റിൽ വുഡിൻ്റെ കുറച്ച് കമൻട്രീസ് പറയുന്നുണ്ട്. ലിറ്റിൽ വുഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹാർഡിയുടെ ഒരു കൊളാബറേറ്ററാണ്, പേപ്പർ കൊളാബറേറ്ററാണ്, കൊളീഗുമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ലിറ്റിൽ വുഡിൻ്റെ പടമാണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാർഡിയുടെ ലെറ്റർ വന്നു. അപ്പോൾ ഇത് പിന്നെ തിരിച്ച് അയക്കുന്നുണ്ട്. രാമാനുജൻ തിരിച്ച് ലെറ്റർ അയക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഒരു വേറെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ലൈൻ. അത് കുറേ ആൾക്കാർ കോട്ട് ചെയ്യുന്നതാണ്. പിന്നെയും ഈ -1/12 പരിപാടി ഇയാൾ പറയുകയാണ്. എന്നിട്ട് ഇത് എന്നെ ഒരു ഭ്രാന്തനാണെന്ന് നിങ്ങൾക്ക് ധരിക്കും എന്ന രീതിയിലുള്ള ഒരു കമൻ്റ് കൂടി പറയുന്നുണ്ട്. പിന്നെ ഈ പ്രൂഫിനെ പറ്റി ഇങ്ങനെ അത്ര സ്ട്രോങ് ആയിട്ട് പറയുന്നില്ല. എനിക്ക് ചില മെത്തേഡ്സ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. മേ ബി അങ്ങേര് അത്ര അങ്ങേര് ഫണ്ടമെൻ്റലി ട്രെയിൻഡ് ആയിരുന്നില്ല, അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ ഇതിനകത്ത് പിന്നെ ഈ മാത്തമാറ്റിക്സ് ഇങ്ങനെ എഴുതി വിട്ടിരിക്കുകയാണ്. ധാരാളം എഴുതുന്നുണ്ട്, ഇഷ്ടംപോലെ. ഇപ്പോൾ ഈ പേജൊക്കെ കണ്ടാൽ നല്ല രസം, മൊത്തം ഒരു ഹാപ്പിനെസ് ഇൻഡ്യൂസിങ് ആണ് ഫോർ സം റീസൺ.
ആം, അപ്പോൾ ഇങ്ങനെ കുറേ ധാരാളം ഇപ്പോൾ ലിറ്റിൽ വുഡ് ഹാർഡിക്ക് അയക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലിറ്റിൽ വുഡ് കുറച്ച് ഷ്യൂഡായിട്ടുള്ള മനുഷ്യനാണ്. പിന്നെ ലിറ്റിൽ വുഡ് രാമായണനെ പറ്റിയിട്ട് പിന്നെയും കുറേ കാര്യങ്ങൾ ശരിക്കും വളരെ ഷാർപ്പായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സം ഒബ്സർവേഷൻസ്. പക്ഷേ ഈ ലിറ്റിൽ വുഡ് ആക്ച്വലി രാമാനുജൻ്റെ രീതികളെയൊക്കെ ഒന്ന് എന്താ പറയുക, അതിനൊക്കെ ഒന്ന് ഡീകൺസ്ട്രക്ട് ചെയ്യാനൊക്കെ അയാൾ നോക്കുന്നു. ഇവിടെ ഇരുന്ന് റിമോട്ടായിട്ട് എന്താ അയാളുടെ ചിന്ത എങ്ങനെ വർക്ക് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എങ്ങനെ വെച്ചാൽ ഇയാൾ അയച്ച എല്ലാ സാധനവും വളരെ കറക്റ്റൊന്നും ആയിരുന്നില്ല, അതിൽ കുറേ തെറ്റുകളും ഉണ്ടായിരുന്നു. അത് ശരിയാണ്, തെറ്റ് എനിക്കൊന്ന് അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത്ര വലിയ അതൊക്കെ അയാൾക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ ഈ ലിറ്റിൽ വുഡിന് ഹാർഡിക്കും സാധിക്കും, ബിക്കോസ് അവരത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ അത് പിന്നെ എന്താ പറയുക, അപ്പം ഈ ഒരു റിപ്ലൈ ഒക്കെ വന്നു കഴിഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ വന്നപ്പോൾ എന്താ പറയുക, കേംബ്രിഡ്ജിൽ നിന്നൊക്കെ ഇന്ത്യയിലോട്ട് ഇങ്ങനെ കുറേ എൻക്വയറീസ് വരാൻ തുടങ്ങി. ഇങ്ങനെ ഒരാളുണ്ടല്ലോ, അയാളെ പറ്റി എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ പരിപാടി. അപ്പം അങ്ങനത്തെ ചെറിയ കുറേ കമ്മ്യൂണിക്കേഷനൊക്കെയാണ്. പിന്നെ അവരെന്തായാലും തീരുമാനിച്ചു ഇത് ഇയാൾ കേംബ്രിഡ്ജിലോട്ട് പോവുകയാണ്. അങ്ങനെ തീരുമാനമായി. പക്ഷേ എനിക്കോട് ഇനീഷ്യലി എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അയാളുടെ അമ്മ സമ്മതിക്കാതിരിക്കുക, അത് ഇയാൾക്ക് കടൽ കിടക്കാൻ ബുദ്ധിമുട്ട്, മുടി മുറിക്കാനുള്ള പ്രശ്നം, അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ അതിനെ പറ്റിയൊന്നും ഇതിനകത്ത് ഉണ്ടായിരിക്കും, പക്ഷെ ഞാനത് അത്ര കാര്യമായി നോക്കിയില്ല. അപ്പം പിന്നെ ഇത് രാമാനുജനോട്ട് പിന്നെയും രാമാനുജന് ഹാർഡിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം അതിനിടയ്ക്ക് രാമാനുജന് ഹാർഡിയായിട്ട് കുറച്ച് ഒരു ടസിൽ ഉണ്ടാവുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ അതായത് ഈ പ്രൂഫ് ചോദിക്കുമ്പോൾ രാമാനുജൻ പ്രൂഫ് വിത്ത്ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഹാർഡിക്ക് ചെറിയ സംശയം. പിന്നെ അതെന്തോ രാമാനുജൻ്റെ പ്രൂഫ് ഹാർഡി തട്ടിയെടുക്കുമോ എന്നുള്ള സംശയം അങ്ങേർക്കുണ്ടോ എന്നൊക്കെ ഇവർക്ക് തോന്നുകയും, അപ്പോൾ അതിനെപ്പറ്റി ഹാർഡി വളരെ സ്റ്റെഡ്ഫാസ്റ്റായിട്ട് പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, ഞാൻ നിങ്ങളുടെ ഇഷ്ടംപോലെ ലെറ്ററിന് റിപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പ്രൂഫ് തരൂ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ രാമാനുജൻ്റെ ചില ലെറ്ററിൽ കുറച്ചുകൂടെ എന്തോ സിമ്പത്തി ഇൻഡ്യൂസിങ് ആയിട്ടൊക്കെ അങ്ങനെ ചില ഇതുകളൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്താൽ എനിക്ക് സഹായകരമായിരിക്കും, അങ്ങനെയും പോകുന്നുണ്ട്. അത് അയാളുടെ ആ സിറ്റുവേഷൻ കാരണമായിരിക്കാം. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പണമൊന്നുമില്ല, കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടൊക്കെ ചെയ്തു. പക്ഷേ കാര്യങ്ങൾ ആൾക്കാർ എന്തോ ചെയ്യുന്നു, കാര്യമായി റെസ്പെക്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ലൈവ്ലിഹുഡിൻ്റെ എന്തോ ഒരു പ്രശ്നത്തിൽ അങ്ങേര് വളരെ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അപ്പോൾ അതാണ് വേറെ ചില ലെറ്റേഴ്സിലൊക്കെ കാണുന്നത്. ഇപ്പോൾ ഹാർഡിയൊക്കെ ഇവിടെ എഴുതുകയാണല്ലോ, ഇഫ് യു വിൽ സെൻഡ് മീ യുവർ പ്രൂഫ് റിട്ടൺ ഔട്ട് കെയർഫുള്ളി so that it is easy to follow, I will, assuming that I agree with it, of which I have very little doubt. അതൊക്കെ വളരെ വളരെ ട്രസ്റ്റ് അത്രയ്ക്കുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. Try to get it published for you in England. While it is in the form of paper on the continued fraction. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പല രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഇംഗ്ലണ്ടിലോട്ട് പോകുന്നവനെ പറ്റിയിട്ടൊക്കെയാണ് ഇതിൽ അവർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഇംഗ്ലണ്ടിലോട്ട് പോകാനുള്ള ഒരു പ്രിപ്പറേഷൻ ഒക്കെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ അവിടെ എന്തോ ഇന്ത്യയിൽ തന്നെ എന്തോ സ്കോളർഷിപ്പ് അന്നേരം തന്നെ അവർ റെഡിയാക്കിയെന്ന് തോന്നുന്നു. ഇയാൾ മൊത്തം നേരം മാത്തമാറ്റിക്സ് ചെയ്തോട്ടെ, മന്ത്ലി എത്രയോ കാശ്, 30 രൂപയോ പെർ മെൻസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. വേറെ ഗ്രാൻഡുകളും അങ്ങനെ. ഇപ്പം മണി അധികം പ്രശ്നമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കുറേ കമ്മ്യൂണിക്കേഷനാണ് ഈ പറഞ്ഞ ബ്യൂറോക്രസി ആൻഡ് ആൾക്കാർ തമ്മിലുള്ള കുറേ കമ്മ്യൂണിക്കേഷൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇതെല്ലാം അങ്ങനെയാണ്. ഗ്രാൻഡുകളെ പറ്റിയിട്ട് ഇങ്ങനെ കുറേ അധികം എഴുതുന്നുണ്ട്. അപ്പോൾ അയാളുടെ ഇമ്പോർട്ടൻസ് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. അതിന് കാശ് മുടക്കാനൊന്നും എനിക്ക് പലപ്പോഴും ആൾക്കാർക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല. ഇത് വായിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആണ് ഇതൊക്കെ. പക്ഷേ അത്ര ഡീപ്പിലോട്ട് ഈ ഭാഗങ്ങളൊന്നും അത്ര ഞാൻ വായിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഇതിനകത്ത് എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, ഈ ലെറ്റർ വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. വളരെ കാഷ്വൽ ആയിട്ടുള്ള ചില ടിപ്പ് ബിറ്റ്സ് ഉള്ള പോലെ തോന്നുന്നു. അപ്പോൾ അയാളുടെ ഫ്രണ്ടിനെ അയച്ചതാണെന്ന് തോന്നുന്നു. സുവേസിലെത്തിയിട്ടാണ് അയക്കുന്നത്. സുവേസ് എന്ന് പറഞ്ഞാൽ ഈജിപ്തിലാണ്. അപ്പോൾ ഇയാൾ സ്റ്റീമറിൽ, എനിക്ക് തോന്നുന്നത് മദ്രാസിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് സുവേസ് കനാൽ വഴി മെഡിറ്ററേനിയൻ വഴി ഫ്രാൻസ് ചുറ്റി കലായി അവിടെയൊക്കെ ആയിട്ട് അങ്ങനെയാണ് ലണ്ടനിലെത്തുന്നത്. അങ്ങനെയാണ് അയാൾ പോയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരു സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഞാൻ ഈ റൺ ബെന്നറ്റ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് മദ്രാസിലുണ്ടായിരുന്ന അവിടെ നിന്ന് പോയിട്ടാണ് ഇയാളുടെ സാധനങ്ങൾ മേടിച്ചത്. മേ ബി ഡ്രസ്സും അങ്ങനത്തെ വാം ക്ലോത്ത്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. For the first 3 days I was very uncomfortable and took little food, and after that I have been all right. അതിന് കുറച്ച് സീ സിക്നെസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ അവിടെ ഓക്കെ, I shall write to you after I reach England and everything is definitely settled. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് റൺ ബെന്നറ്റ് was a British-owned inexpensive department store located on General Patter's Road in Triplicane. After independence, the firm was nationalized and since then has sold only furniture. അപ്പം അങ്ങനെ അയാൾ കേംബ്രിഡ്ജിലെത്തുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ എങ്ങനെ എന്താ പറയുക, അവിടെ നിന്ന് ഒരാൾ ഡോക്സിൽ നിന്ന് അയാളെ പിക്ക് ചെയ്യുന്നു, ഒരു കാറിൽ കയറ്റിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്വൈസർ ടു ദി ഇന്ത്യൻ സ്റ്റുഡൻസ്. അന്ന് തന്നെ എന്തൊക്കെയുണ്ട് അവിടെ, ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ എന്തോ അസോസിയേഷനോ അങ്ങനെ അഡ്വൈസേഴ്സും അങ്ങനെ എന്തൊക്കെയുണ്ട്. വെച്ചാൽ ഇന്ത്യക്കാർ ബ്രിട്ടനിൽ പോയിട്ട് ധാരാളം പഠിച്ചിരുന്നല്ലോ. ഇപ്പോൾ നെഹ്റു ആയാലും ഗാന്ധി ആയാലും അത് ഒരു വളരെ ചരിത്രമുള്ള ഒരു മൂവ്മെൻ്റാണത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ അങ്ങേര് പിന്നെ അവിടെ എത്തിയിട്ട് ട്രിനിറ്റി കോളേജിൽ വെച്ചിട്ട് ഇങ്ങേരുടെ ഫ്രണ്ടിന് പിന്നെ അയക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും എഴുതാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെന്താ, ജനറൽ പ്രസൻറ്ററീസ് ഒക്കെയാണ്. ഐ കെയിം ഹിയർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ഫോർ ദ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആസ് യു നോ എന്ന് പറയുന്നുണ്ട്. അത് എന്താണാവോ? എൻഡ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദി അക്കാഡമിക് ഇയർ ആയിരിക്കും. എൻഡ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞാൽ നോർമലി ഡിസംബറൊക്കെ ആയിരിക്കുമല്ലോ. ഡിസംബർ അല്ലാന്ന് തോന്നുന്നു, ഓഗസ്റ്റിലാണ്. അപ്പോൾ ഓഗസ്റ്റ് മേ ബി 30% ആയ സമയത്തായിരിക്കും അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ടാവുക. അതായത് ഭയങ്കര തണുപ്പൊന്നും സമയത്തായിരിക്കണം. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഐ ആം ലിവിങ് വിത്ത് ഇൻ ദ കോളേജ് പ്രൊസസ് ആൻഡ് ഐ എം കുക്കിംഗ് മൈ ഫുഡ് മൈ സെൽഫ് ദോ ഇറ്റ് ടേക്സ് സോ മച്ച് ഓഫ് മൈ ടൈം. ഐ എം ഗെറ്റിംഗ് തിങ്സ് ഫ്രം ദി കമ്പനി അറ്റ് ലണ്ടൻ സെല്ലിംഗ് ഇന്ത്യൻ തിങ്സ് ആസ് വെൽ ആസ് ഫ്രം മൈ ഹൗസ്. ഓക്കെ, അങ്ങനെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ടിപ്പിക്കൽ NRIs പോകുന്ന പോലെയൊക്കെ തന്നെയാണ് പോയിട്ടുള്ളത്. കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്രണ്ടിന് ഇങ്ങനെ കുറേ അയക്കുന്നുണ്ട്. അത് കുറേ സംഭവങ്ങളൊക്കെയാണ്. ഇങ്ങനെ ഇതെന്തോ എന്തൊക്കെ ഉണ്ടാക്കുന്നതിനെ പറ്റിയോ, എന്തോ ഫുഡ് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് അയക്കുന്നതാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രണ്ട്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെയാണ്. ഫ്രണ്ട്സ് തമ്മിൽ ഇൻട്രാക്ഷൻസാണ് അധികം കാണുന്നത്. പിന്നെ ഇങ്ങനെ ഈ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ മിൽക്ക് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സാധാരണ ഇങ്ങനെ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ബ്രിട്ടനിലൊക്കെ പോകുന്നത്, ആ സമയത്ത് ബ്രിട്ടനിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ബിക്കോസ് അവിടെ വേറെ ഒന്നും കിട്ടാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ ജനറലി നമ്മൾ ഇയാളുടെ സമയം എന്താ പറയുക, ഇംഗ്ലണ്ട് നോക്കുമ്പോൾ
ഐ തിങ്ക് ഹി വാസ് കംഫർട്ടബിൾ. അങ്ങനെ താമസിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് FRS മറ്റേ ഫെല്ലോ ഓഫ് റോയൽ സൊസൈറ്റി ഒക്കെ ആകുമ്പോൾ ദെൻ യു ഓൾസോ ഗെറ്റ് ദ മണി ആൻഡ് ദ ഓഫീസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങേരെ വിസിറ്റ് ചെയ്ത ചില ആളുകളുടെ എക്സ്പീരിയൻസ് കാണിക്കുന്നുണ്ട്. അയാൾ വളരെ കോടികളായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ആൾക്കാർ കെയർ ചെയ്യുന്നത് അങ്ങനെ ഒരു ഭയങ്കര എക്സെൻട്രിക് ആയിരുന്നു എന്നൊന്നും അത് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തായാലും കാര്യങ്ങളെല്ലാം ഇംഗ്ലണ്ടിലെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇയാളുടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഭയങ്കരമായ അസുഖങ്ങൾ വന്നു എന്ന് വെച്ചാൽ. അപ്പോൾ ഹാർഡി അതിനെപ്പറ്റി വളരെ കൺസേൺഡ് ആണ് പലപ്പോഴും. അപ്പോൾ ഹാർഡിയുടെ അതിന് മുമ്പ് ഈ രാമാനുജൻ അമ്മയ്ക്ക് എഴുതിയതും ലെറ്ററുകൾ അയാൾ അവിടെ നിന്ന് എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് എഴുതിയതും അച്ഛൻ എഴുതിയതൊക്കെ ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അമ്മയ്ക്ക് എഴുതിയ ലെറ്റേഴ്സിൽ അത് എനിക്ക് തോന്നുന്നു അമ്മയായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു തോന്നുന്നു. അപ്പം അമ്മയ്ക്ക് എഴുതിയ ലെറ്ററിൽ ആ വാറിൻ്റെ സിറ്റുവേഷനെ പറ്റിയിട്ടും ഒക്കെയാണ് എഴുതുന്നത്. അല്ലാതെ വേറെ എന്തോ അവിടുത്തെ എക്സ്പീരിയൻസിനെ പറ്റി അങ്ങനെ വാറിൽ ഭയങ്കരമായ ധനനഷ്ടം, ആൾനഷ്ടമൊക്കെ ഉണ്ട്. പിന്നെ ബ്രിഡ്ജുകളെല്ലാം പൊട്ടിക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. പിന്നെ രാമാനുജൻ്റെ അച്ഛൻ എഴുതുന്ന ലെറ്ററുണ്ട്. അത് പക്ഷേ എനിക്ക് എല്ലാ ലെറ്ററും തമിഴിലാണ് എഴുതുന്നത്. പക്ഷേ ഈ ലെറ്റർ അതിൻ്റെ കോപ്പി, അതിൻ്റെ ലെറ്ററിൻ്റെ എക്സാക്ട് കോപ്പി കൂടി ഇവരോട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1917 ആണല്ലേ? ഓക്കെ, 1915. ഓക്കെ, 1914 അങ്ങേര് ബ്രിട്ടനിലെത്തിയത്. ഇപ്പോൾ 1914 അങ്ങനെ ഒരു 3 വർഷമായിട്ട് അവിടെ എന്തായാലും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയമൊക്കെ ഏതാണ്ട് ആയിക്കഴിഞ്ഞു. അപ്പം ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങേരുടെ ചില ഫ്രണ്ട്സായിട്ടും അങ്ങനത്തെ കൊളാബറേറ്റേഴ്സൊക്കെ ആയിട്ടൊക്കെ കുറേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ ഹാർഡിയായാലും ചില കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, അതെല്ലാം ഹൈലി മാത്തമാറ്റിക്കലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ രാമാനുജൻ അസുഖം വരുന്നു വെച്ചാൽ അയാൾക്ക് ഓൾറെഡി എന്തൊക്കെയോ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ വെച്ച് തന്നെ എന്തോ ചില സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അയാൾക്ക് ഉണ്ടായിരുന്നു. സ്റ്റൊമക്ക് റിലേറ്റഡ് പ്രോബ്ലംസ്, എന്തോ ഹൈഡ്രോസീൽ അതൊക്കെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ പ്രോബ്ലി ഹൈഡ്രോസീൽ അവിടെ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സർജറി ചെയ്യാൻ കാശില്ലാത്തതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ആക്ച്വലി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇത് അവിടെ വെച്ച് ഈ ഭക്ഷണത്തിൻ്റെ പ്രശ്നവും പിന്നെ ക്ലൈമറ്റൊക്കെ കാരണം ഇങ്ങേരുടെ അസുഖം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ ഹാർഡി ആക്ച്വലി വളരെ കൺസേൺഡ് ആണ്. അതായത് എന്ത് അസുഖമായിരിക്കും, ഇവിടെയൊക്കെ എഴുതുന്നുണ്ട് ട്യൂബക്കിൾ ഹാസ് ബീൻ പ്രൊവിഷണലി അക്സെപ്റ്റഡ് തിയറി. പിന്നെ ഗ്യാസ്ട്രിക് അൾസറാണോ അത് അല്ലാന്ന് തോന്നുന്നു. certainly no crude lung trouble. പിന്നെ ഇയാൾ ഭയങ്കര കുറച്ച് പെസിമിസ്റ്റിക് ആണ്. പ്രോബ്ലി ഹിൽ ബി അലൈവ് ഇൻ എ ഇയേഴ്സ് ടൈം ആൻഡ് ഹി മേ റിക്കവർ കംപ്ലീറ്റ്ലി. അപ്പം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഹാർഡി വളരെ കൺസേൺഡ് ആണ്. ഹാർഡി ആൾക്കാരെ അന്വേഷിക്കുന്നുണ്ട്, ഡോക്ടർമാരെ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഈ റോയൽ സൊസൈറ്റിയുടെ റെക്കോർഡ്സ് എന്നുള്ള അയാളെ പറ്റിയുള്ള ചില ഇൻഫർമേഷനാണ് ഈ കാണുന്നത്. പേജ് നമ്പർ 155 അതുള്ളത്. ബട്ട് എനിവേ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ തിരിച്ച് പോകാൻ എനിക്ക് അതിൻ്റെ റീസൺ കറക്റ്റായിട്ട് മനസ്സിലായില്ല. മേ ബി അങ്ങേർക്ക് അവിടെ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ ആയിരിക്കാം. ഭക്ഷണത്തിൻ്റെ പ്രശ്നവും അസുഖം ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് വാറിൻ്റെ സമയത്ത് ഈ വാർ റേഷനിങ് വന്നപ്പോൾ ഇയാൾക്ക് ആവശ്യമായ ഭക്ഷണങ്ങളൊന്നും കിട്ടാതെ ആയിട്ടുണ്ടാവും. പിന്നെ ഇന്ത്യയിൽ നിന്ന് ഭക്ഷണങ്ങൾ അയച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തോ
പാക്കേജഡ് ആയിട്ടുള്ള ഫുഡ്സ് ഈ ഷിപ്പിൽ അയക്കാൻ പറ്റും. പക്ഷേ ഈ വാറായി തുടങ്ങിയപ്പോൾ പിന്നെ അതൊന്നും കിട്ടാതെയായി. അപ്പോൾ മൊത്തം വന്നു കഴിഞ്ഞാൽ ഇയാളുടെ ആരോഗ്യം വളരെയധികം പ്രശ്നത്തിലോട്ട് പോയിണ്ടാവും. അപ്പോൾ അവസാനം ഇയാൾ തിരിച്ചു പോരുകയാണ്. ഈ ഇൽനെസ്സിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പലതിലും പറയുന്നുണ്ട്. പിന്നെ അങ്ങേര് അവിടുത്തെ സാനിറ്റോറിയത്തിലോ മറ്റോ ആയിരുന്നു. സാനിറ്റോറിയം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ഈ ട്യൂബർക്ലോസിസ് ഒക്കെ ഉള്ള ആൾക്കാർ കൺവാലസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ച് ടൗണിനൊക്കെ പുറത്തുള്ള സ്ഥലങ്ങളിൽ പോയി താമസിക്കുന്നത്. സാനിറ്റോറിയംസ് ആക്ച്വലി പലയിടത്തും പല യൂറോപ്യൻ രാജ്യങ്ങൾ പലയിടത്തും പോയി കാണാമെന്ന് വെച്ചാൽ അതെല്ലാം ഒരു സീനിക്കായ സ്ഥലമായിരിക്കും. ട്യൂബർക്ലോസിന് അന്ന് മെഡിസിൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നോർമലി വാട്ട് പീപ്പിൾ ഡു ഈസ് അവരവിടെ പോയിട്ട് നല്ല എയർ ശ്വസിച്ച് ശരിയാവും, അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ചിന്ത. ചില ആൾക്കാർ രക്ഷപ്പെട്ടുമായിരിക്കും, പക്ഷെ അന്ന് ഈ ഇതിൻ്റെ റീസണൊന്നും അത്ര കാര്യമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. പിന്നെ ഇവിടെയൊക്കെ ഇയാൾക്ക് അസുഖമുള്ള സമയത്തും ഈ പരിപാടി തന്നെയാണ്. ഇയാൾ കാര്യമായി ഈ പരിപാടികൾ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതാണ്. പിന്നെ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ സിനിമയിൽ കാണിച്ചിട്ടുള്ള ഒരു മെയിൻ തീം എന്ന് പറഞ്ഞാൽ ഇവർ പാർട്ടിഷൻ പ്രോബ്ലം സോൾവ് ചെയ്യൽ, അതാണ് ഇതിലത്തെ ഒരു മെയിൻ തീം. പാർട്ടിഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ ചെറിയ നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് ഏതൊക്കെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതൊരു കോമ്പിനേറ്റോറിയൽ പ്രോബ്ലമാണ്. അതായത് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കമ്പ്യൂട്ടേഷണലി നമുക്ക് അതിങ്ങനെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അത് ഭയങ്കര കോംപ്ലക്സിറ്റി കൂടുതലാണ്. അത് വലിയ നമ്പേഴ്സിന് അതിനനുസരിച്ച് കമ്പ്യൂട്ടേഷന് കുറേ നേരം എടുക്കും. അപ്പോൾ ഇയാൾ പറയുന്നു അങ്ങനെയല്ല, ഇതിന് ഒരു ഫോർമുല ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്നു. അപ്പോൾ ഈ കേണൽ മക്മോഹനോ അങ്ങനെ ഒരു ആളുണ്ട്. അയാൾ അഗെയിൻ ഇസ് എ മാത്തമാറ്റീഷ്യൻ, ബട്ട് ഐ തിങ്ക് അയാൾക്ക് കുറേ ഈ കമ്പ്യൂട്ടേഷനിലാണ് എനിക്ക് താല്പര്യം. അതായത് അങ്ങേരി ഇരുന്ന് ഇങ്ങനെ കണക്ക് കൂട്ടും, കണക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വലിയ കണക്കുകൾ കൂട്ടുന്ന അങ്ങനെ സ്കില്ലുള്ള ആളാണ്. അപ്പം അങ്ങേര് പറയുന്നു അങ്ങനെ സാധ്യമല്ല. അപ്പോൾ അവർ തമ്മിലൊരു ചെറിയ ഹാഡിയും രാമാനുജൻ ഒരു സൈഡിൽ രാമാനുജൻ ഒരു സൈഡിൽ മക്മോഹൻ ആയിട്ടുള്ള ഒരു ടെസ്റ്റിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട്, നമ്മുടെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ സിനിമയിൽ മക്മോഹന് അത്ര ഇന്ത്യക്കാരെ അങ്ങനെ കുറച്ച് റേസിസ്റ്റൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ശരിയായിരിക്കാം നമുക്കറിയില്ല. മക്മോഹൻ ഇന്ത്യയിൽ വർക്ക് ചെയ്ത ആളാണെന്ന് പറയുന്നത്. അപ്പോൾ മേ ബി ദാറ്റ്സ് ട്രൂ. ബട്ട് എനിവേ ഇതിപ്പോൾ ഈ ഹാർഡ് ആയിട്ടുള്ള ലെറ്റേഴ്സിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഈ മക്മോഹൻ്റെ മുമ്പിൽ പോയി അവർ ഫോർമുല ശരിയാണെന്ന് കാണിച്ചു എന്നുള്ള ഒരു ഭയങ്കര എന്താ പറയുക മാസ് സംഭവം നടന്നോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. ഫണ്ടമെൻ്റലി എനിക്ക് തോന്നിയത് സംഭവിച്ചിട്ടുള്ളത് പ്രോബബ്ലി രാമാനുജൻ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് മക്മോഹൻ്റെ ലെറ്റർ വരുന്നു. അതിനകത്ത് മക്മോഹൻ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ പോലെ ഉണ്ടായിരുന്നു. അതായത് 200ൻ്റെ പാർട്ടീഷൻസ് കണ്ടുപിടിക്കാൻ. അങ്ങനെ 200 കുറച്ച് കുറവായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും പാർട്ടീഷൻസ് കണ്ടുപിടിക്കാനായിട്ട് മക്മോഹൻ പറയുന്നു ആരാണ് ജയിക്കുക. അതായത് അപ്പോൾ എന്നിട്ട് രാമാനുജൻ ഫോമുല കണ്ടുപിടിക്കുന്നുണ്ട്. ഫണ്ടമെൻ്റലി മക്മോഹൻ രാമാനുജൻ ഹോസ്പിറ്റലായിരുന്നപ്പോൾ അങ്ങേര് ലെറ്റർ അയക്കുന്നതാണ് ചെയ്യുന്നത്. അതായത് അതിനകത്ത് അങ്ങേര് കമ്പ്യൂട്ട് ചെയ്ത നമ്പർ, പിന്നെ രാമാനുജൻ കമ്പ്യൂട്ട് ചെയ്ത നമ്പർ രാമാനുജൻ നോക്കുന്നു. അതിനുശേഷം ഹാർഡിക്ക് ലെറ്റർ രാമാനുജൻ അയക്കുന്നു. അതായത് എന്താ പറയുക, മക്മോഹൻ്റെ ലെറ്റർ വന്നു, എല്ലാ നമ്പേഴ്സും അതിനകത്തുണ്ട്. ഫൈനൽ നമ്പറിൻ്റെ വാല്യൂ എത്രയാണെന്ന് പറയുന്നില്ല തോന്നുന്നു. പക്ഷേ ഫണ്ടമെൻ്റലി എറർ ഈസ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ഓർ ഈസ് ദ സെയിം. അപ്പോൾ അത് രാമാനുജൻ വളരെ അതാണ് സംഭവം. ആ കഥ നടന്നിട്ടുള്ള കഥയാണത്. അപ്പോൾ ഇതിലിങ്ങനെ ഒരു പോയിന്റിൽ രാമാനുജനും ഹാർഡായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണത്. അങ്ങനെ അസുഖമായിരുന്നപ്പോൾ തന്നെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് മുന്നോട്ട് പോവുകയായിരിക്കും നല്ലത്. എനിക്ക് രാമാനുജൻ ഈസ് ഇൽ എന്ന് പറയുന്ന രാമാനുജൻ റിട്ടേൺസ് ടു ഇന്ത്യ ആണ്.
അപ്പോൾ ഇന്ത്യയിൽ ഇയാൾ ഓക്കെ, അയാൾക്ക് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലുള്ള പ്രസ് അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫേമസ് താനിഷൻ തിരിച്ചു വന്നു, മദ്രാസ് ടൈംസിൽ വന്ന ആർട്ടിക്കിളാണിത്. ബട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ അയാൾക്ക് ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടായെന്ന് തോന്നുന്നില്ല. ഈ FRS ഒക്കെ ആയിരുന്നുകൊണ്ട് അയാൾക്ക് ഗ്രാൻഡും അങ്ങനെ എന്തൊക്കെ ഉണ്ടാവുമായിരിക്കാം. ഇവിടെ ഇരുന്നിട്ടും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഫാമിലിയിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ, എനിക്ക് അയാളുടെ അമ്മയും ഭാര്യയും തമ്മിൽ എന്തൊക്കെ ശിക്ഷിച്ചു, അങ്ങനെ എന്തോ കേസ് കെട്ടുകളൊക്കെ നടന്നുകൊണ്ടിരുന്നു. അതിനെപ്പറ്റി എന്തോ ചെറിയ റെഫറൻസ് ഇവിടെ കണ്ട പോലെ തോന്നി. പക്ഷേ എനിക്കത് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. ശരിയായിരിക്കാം. പിന്നെ ഭയങ്കരമായ ചില മാത്തമാറ്റിക്സ് ഉണ്ട്. പിന്നെ ഇപ്പം ഹാർഡിക്ക് ആരോ അയക്കുന്നുണ്ട്, ഇയാൾ എന്ത് ഡയറ്റാണ് കഴിക്കുന്നത്. ഹാർഡി കൺസേൺഡ് ആണ് ഇയാളുടെ പ്രശ്നം, ഇയാൾ പ്രശ്നത്തിലോട്ടാണ് പോകുന്നത് ഹാർഡിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തോ ഡയറ്റ്, ഇത് ഡയറ്റ് ഇപ്പം എന്താ പറയുക, ഇത് എവിടെ എഴുതി വെച്ചിരുന്ന ഒരു സംഭവമാണ്. അയാൾക്ക് വേണ്ടി ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്തത് കറക്റ്റായിട്ട് ടൈമിൽ കൊടുക്കാനും അങ്ങനെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പീസ് ഓഫ് ഹിസ്റ്ററി തന്നെയാണ്. പിന്നെ എന്തായാലും ആൾ മരിക്കുന്നു, പ്രത്യേകിച്ച് ചെയ്യാനില്ല. ചെറിയ പ്രായത്തിൽ തന്നെയാണ് മരിക്കുന്നത്. എത്രയോ 1920s ഒക്കെ ആണല്ലോ. അപ്പോൾ 30s തന്നെ ആൾ മരിക്കുന്നുണ്ട്. അപ്പോൾ ഹാർഡിക്ക് എന്നിട്ട് ഇവർ ലെറ്റർ അയക്കുന്നുണ്ട്. പിന്നെ ഇതിലുള്ള കുറേ ഇൻഫർമേഷനൊക്കെ എന്താ പറയുക, ഇപ്പോൾ അയാളുടെ റിലേറ്റീവ്സ് ഗവൺമെൻറ്റിന് ഇങ്ങനെ കുറച്ച് പ്ലീഡിങ് ഒക്കെ ചെയ്യുന്നതാണ്. അതായത് മേ ബി കുറച്ച് എന്തെങ്കിലും പെൻഷനോ ഒക്കെ കിട്ടാനും അങ്ങനെയൊക്കെ ഭാര്യയും അമ്മയും അച്ഛനൊക്കെ എന്തോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഹാർഡി ഇപ്പോൾ ഇയാളുടെ കസിനോ മറ്റോ ആണ്, ഈ ലക്ഷ്മി നരസിംഹൻ എന്ന് പറഞ്ഞാൽ മേ ബി ഇയാളാണോ, മേ ബി ബ്രദറായിരിക്കാം. അപ്പോൾ ഇയാൾ മരിച്ചു, 32 വയസ്സിൽ ഇയാൾ മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ വേറെ കുറച്ച് ഇയാളുടെ അക്കൗണ്ട്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനൊക്കെ ഉണ്ട്. അതായത് ഇയാൾ ബ്രിട്ടനിലായിരുന്നപ്പോൾ എനിക്ക് ബാർക്ലേസ് ബാങ്കിലൊക്കെ അയാൾക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാശ് എങ്ങനെ സേഫായിട്ട് അയാളുടെ കിന്നിന് കൊടുക്കാം, അതിനെ പറ്റിയിട്ടൊക്കെ ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹാർഡി രാമാനുജനെ പറ്റിയിട്ടുള്ളൊരു കമൻറ്റ് എഴുതുന്നത് എവിടെയാണോ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെയാണ് ഞാൻ അത്ര അത് നോട്ട് ചെയ്ത് വെക്കാത്തതുകൊണ്ട് എനിക്കത്ര ഇതാണ് ഈ ഒരു സംഭവം വളരെ ഹാർഡി പറഞ്ഞിട്ടുള്ളത്. For my part, it is difficult for me to say what I owe to Ramanujan. His originality has been a constant source of suggestion to me ever since I knew him, and his death is one of the worst blows I had ever had. There was nothing perhaps more remarkable in him than his persistent modesty. അതൊരു മെയിൻ സംഭവമാണ്. Few Indians would not have had their heads a little bit turned by the praise he had received, but he was too big a man. അപ്പോൾ അതാണ്, അങ്ങനെ വളരെ അക്സെപ്റ്റഡ് ആണെങ്കിലും അയാൾ വളരെ മോഡസ്റ്റ് ആയിരുന്നു. അയാൾക്ക് അങ്ങനെ ഫെയിമിനോടൊന്നും അങ്ങേർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വർക്ക് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു, അല്ലാതെ വേറെ ഫെയിമിനോട് താല്പര്യം ഉണ്ടായാലേ മേ ബി ആൾക്കാരെ എന്താ പറയുക താഴ്ത്തിക്കെട്ടുന്ന അങ്ങനത്തെ സ്വഭാവമൊന്നും അയാൾക്ക് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡാറ്റ പോയിൻ്റൊന്നും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഇതെല്ലാം ഈ ഗവൺമെൻറ്റൽ കമ്മ്യൂണിക്കേഷനാണ്. ഇങ്ങേർക്ക് വേണ്ടി സ്മാരകം ഉണ്ടാക്കാനും ഇങ്ങേർക്ക് വേണ്ടി വേറെ ഇങ്ങേരുടെ വീട്ടുകാരെ ഒന്ന് റീസെറ്റിൽ ചെയ്യാനും ഒക്കെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ
ഈ രാമാനുജൻ ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെ മാത്തമാറ്റിക്സിനെ പറ്റി കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല, അധികം ഈ ഹിസ്റ്ററിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ടൈം ക്യാപ്സ്യൂളിലൂടെ ഇങ്ങനെ പോകുന്ന പോലെയാണ്. ഒരാളുടെ ജീവിതത്തെ പറ്റി വേറെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കണം. അയാൾ എഴുതിയ എക്സാക്ട് വേർഡിങ്സ് ഉണ്ട്, അയാളുടെ മരണത്തെ പറ്റിയുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റലി ഇതൊരു ഫെയറി ടെയിൽ സ്റ്റോറിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആൾക്കാരുടെ അതൊരു ആളുകളുടെ കൊളാബറേഷൻ ആൻഡ് ഒരു നല്ല ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ അയാളുടെ ആ പൊസിഷനിൽ എത്തിക്കാൻ കുറേ പേര് കൂടി ട്രൈ ചെയ്യുന്ന ഒരു നല്ല അറ്റംപ്റ്റ്. ഇതിൻ്റെ ഗുഡ് എക്സാമ്പിളാണ് ഇതിനകത്ത് കാണുന്ന ആൾക്കാരുടെ enthusiasm ആൻഡ് they are trying to help Ramanujan out most of the time. And probably ഇപ്പോൾ ഇയാളെ അയച്ച മേ ബി ഈ ലെറ്റേഴ്സൊക്കെ വേറെ ആരെങ്കിലും എഴുതി കൊടുത്തതായിരിക്കാം. പക്ഷെ അതിനെപ്പറ്റി വെച്ച റെഫറൻസ് ഒന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ ഇതിപ്പോൾ വീഡിയോ കുറേ നീളത്തിലായി. പക്ഷേ ജനറലി ഇപ്പോൾ രാമാനുജൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതായത് ഫണ്ടമെൻ്റലി രാമാനുജൻ ഈസ് എ മാൻ ഹു ന്യൂ ഇൻഫിനിറ്റി. അത് വളരെ ശരിയാണ്. ഇങ്ങനെ റിസൾട്ട്സ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് പലപ്പോഴും പല രീതിയിലും ഇങ്ങനെയുള്ള ഓരോ റിസൾട്ട്സ് ഇങ്ങനെ വരും. ഇപ്പോൾ ട്വിൻ പ്രൈം കൺജക്ചറിൻ്റെ പ്രൂഫിലായാലും രാമാനുജനെ പറ്റിയിട്ടുള്ള റെഫറൻസ് ഉണ്ട്. പിന്നെ വേറെ ഇങ്ങനെ ചിലതരം ഫീറ്റ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പൈയുടെ വാല്യൂ കുറേ ഡെസിമൽ പോയിന്റ്സിന് കണ്ടുപിടിക്കുന്ന പ്രൊജക്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിലൊക്കെ ഉപയോഗിക്കുന്നത് ഇങ്ങേരുടെ ഫോർമുലാസ് ആണ്. ഇങ്ങേരുടെ ഫോർമുലാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺലൈക്ക് അതർ ഫോർമുലാസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പൈ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തോ ലീബ്നിസിൻ്റെ ഫോർമുല അങ്ങനെ എന്തോ ഉണ്ട്. ലീബ്നിസ് ആണോ മറ്റേ മാധവ സീരീസോ അങ്ങനെ, അത് ഇന്ത്യക്കാരും ആ ഫോർമുല ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് ആ ഫോർമുല വലിയ എക്സാക്റ്റ് ഒന്നുമല്ല. ബട്ട് യു ക്യാൻ കമ്പ്യൂട്ട് പൈ യൂസ് ദ ഫോർമുല. പക്ഷേ ഇങ്ങനെ ഫോർമുല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം വെച്ചിട്ട് പൈൻ്റെ ഒരു 6 ഡെസിമൽ പ്ലേസസിനറ്റുള്ള വാല്യൂ കിട്ടും. പിന്നെ ഒരു 6 വേണമെങ്കിൽ അടുത്ത ടേം എടുത്താൽ മതി, പിന്നെ ഒരു 6 വേണമെങ്കിൽ അടുത്ത ടേം എടുത്താൽ മതി. അങ്ങനെയാണ് അതിൻ്റെ ഇത്. അപ്പോൾ ഫണ്ടമെൻ്റലി ഇയാൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു തരം മാത്തമാറ്റിക്കൽ മെഷീൻസ് ആണ്. മാത്തമാറ്റിക്കൽ മെഷീൻസ് വിച്ച് ആക്ച്വലി ഗിവ് യു ദ റൈറ്റ്, വിച്ച് ആർ വെരി യൂസ്ഫുൾ. ഭയങ്കര യൂസ്ഫുൾ ആയ മാത്തമാറ്റിക്കൽ മെഷീൻസ് ആണ് ഇവരുടെ മെയിൻ ഔട്ട്പുട്ട്സ് എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ ഈ ഡൈവേർജൻ സീരീസിൻ്റെ ഇപ്പോൾ ആ കേസിൽ ഇപ്പോൾ -1/12 എന്ന് പറഞ്ഞ ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങേരുടെ രാമാനുജൻ സമ്മേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റെഫറൻസ് ചെയ്യണം. രാമാനുജൻ സമ്മേഷൻ എന്ന് പറഞ്ഞ സംഭവം വെച്ചിട്ട് ആ ഫോർമുല വെച്ചിട്ട് അതൊരു ജനറലൈസ്ഡ് മെഷീനാവും ഇങ്ങേരുടെ ഈ ഒരു സം. അതായത് ഇപ്പോൾ കൺവേർജൻ സീരീസിന് ആക്ച്വലി ഒരു റിയൽ നമ്പറിലോട്ട് തന്നെ പോവും. ഇപ്പോൾ 1/2^2² +1/3² +1/4² അങ്ങനത്തെ സീരീസ് ഉണ്ട്. അതായത് സം ഓഫ് റെസിപ്രോക്കൽ സ്ക്വയേഴ്സ് ഓഫ് ഓൾ നമ്പേഴ്സ്. അത് ഒരു π²/6 എന്ന് പറഞ്ഞ വാല്യൂവിനാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രാമാനുജൻ സമ്മേഷനിൽ ആ സമ്മൻ്റെയോടാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ അത് ഇങ്ങോട്ട് പോകും. പക്ഷെ നമ്മൾ 1+2+3 ആണെന്ന് വെച്ചാൽ -1/12 പോകും. പിന്നെ എല്ലാ ഈവൻ പവേഴ്സിനും 0 പോകും. അപ്പോൾ ഈ ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ജനറിക് മെഷീൻ. അപ്പോൾ ഇതെന്തോ ഒരു ട്രൂത്തുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് അയാൾ കണ്ടുപിടിച്ചു. അത് വളരെ ഭയങ്കര മാസീവ് ഇൻറ്റ്യൂഷനുള്ള ആൾക്കാർക്കാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇയാളുടെ റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ അപ്രോക്സിമേഷൻ തിയറി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പാർട്ടീഷൻ നമ്പേഴ്സിൻ്റെ പാർട്ടീഷൻ ഫോർമുല തന്നെ അത് കമ്പ്യൂട്ടേഷനെ വളരെ സ്പീഡപ്പ് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നത് പാർട്ടീഷൻ ഫോർമുല സ്റ്റിൽ യൂസ്ഡ് ആണ്. ഇപ്പോൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ഈ ചില ആൽഗോരിതംസിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്തോ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെ കോമ്പിനേറ്റോറിയൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അത് കമ്പ്യൂട്ടേഷൻ ഈസി ആക്കും. അതുപോലെ തന്നെ പിന്നെ പലപ്പോഴും ചില പ്രോബ്ലംസിന് നമുക്ക് എക്സാക്റ്റ് ആൻസേഴ്സ് ആർ നോട്ട് വാറണ്ടഡ്. അതതിൻ്റെ ആവശ്യം പലപ്പോഴും ഇല്ല. എക്സാക്റ്റ് ആൻസേഴ്സിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ AI അങ്ങനെയാണ്. AI എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഇൻഎക്സാക്റ്റ് ആൻസേഴ്സ് പ്രോബിലിറ്റി ഒക്കെ മതി.
ഏതാണ്ട് ഇത്രയാണ്, ഇത്ര ബാർ നമുക്ക് ടോളറേറ്റ് ചെയ്യാം, സ്റ്റിൽ ദ സൊല്യൂഷൻ ഇസ് യൂസ്ഫുൾ, അങ്ങനത്തെ കേസ് കെട്ടുകളുണ്ട്. അപ്പം ഇങ്ങനെയുടെ എല്ലാ റിസൾട്ട്സും അങ്ങനെ കുറേ റിസൾട്ട്സൊക്കെയാണ്, ഇങ്ങനെ അപ്രോക്സിമേഷൻ തിയറിയും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇയാളുടെ ലാസ്റ്റ് നോട്ട്ബുക്സ്, എനിക്ക് വേണത് ലോസ്റ്റ് നോട്ട്ബുക്കോ അങ്ങനെ എന്തോ ആണ്, അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഇങ്ങനെ കുറേ റിസൾട്ടുകളുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് മാത്രം പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ബുക്ക് എഴുതിയ ബേൺട്ടൺ റാങ്കി എന്ന് പറഞ്ഞ ആൾക്കാർ, എനിക്ക് വേണത് അവർ ഇങ്ങനത്തെ സ്കോളേഴ്സാണ്, അങ്ങനെ ഇയാളുടെ റിസൾട്ടുകളാണ് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു രാമാനുജനെ പറ്റിയ ഒരു വീഡിയോ ഉണ്ടാക്കണം എന്ന് തോന്നി. അത് വലിയ കുഴപ്പമില്ലാതെ ഉണ്ടായി എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ വേറെ ഈ റിസൾട്ടുകളെ പറ്റി പ്യുവർ മാത്തമാറ്റിക്കൽ അനാലിസിസ് ചെയ്യുന്ന വീഡിയോ വേറെ ഉണ്ടാക്കാം. അതെനിക്ക് പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി എനിക്ക് വേണത് ക്ലോഡ് ആൻഡ് ഈ വൂൾഫാം ആൽഫ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇത് മാത്തമാറ്റിക്സ് മാത്രം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ രാമാനുജൻ സമ്മേഷനിൽ തന്നെ തുടങ്ങാം. എന്നിട്ട് നമുക്കത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.